വളരെ ദുഃഖത്തോടെയാണ് ഇന്നത്തെ ആ 3 അപകടങ്ങളും ഞാൻ വിഷ്വൽസിലൂടെ കണ്ടത്. താങ്കളുടെ ചാനൽ ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. കാര്യം ഇതൊരു നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ്. ഈ പ്രൈവറ്റ് ബസ് സത്യത്തിൽ ആളെ കൊല്ലുന്ന രീതിയിലേക്കാണ്. കാര്യം അവിടെ വേറൊരു രീതിയിലും അപകട സാധ്യതകൾ ഇല്ല. കാര്യം ആരും കുറുക്കി അടിയിട്ടില്ല, അല്ലെങ്കിൽ സൈഡിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടില്ല. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ബസ് വരുമ്പോൾ അത് മിതമായ സ്പീഡിൽ വന്നിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിർത്തി ആൾക്കാരെ കയറ്റിയും ഇറക്കിയും പോകേണ്ടത്. ആ ഡ്രൈവർ നിരന്തരം പൊക്കൊണ്ടിരിക്കുന്ന റൂട്ടില് ബസ് സ്റ്റോപ്പ് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ മുൻകൂട്ടി തന്നെ വേഗത ഗിയറിൽ ഡൗൺ ചെയ്ത് മഴക്കാലത്ത് അധികം സഡൻ ബ്രേക്ക് ചെയ്യാതെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് പോകേണ്ട ഒരു പ്രക്രിയയാണ് ലോകത്തെമ്പാടുമുള്ള ബസ്സുകൾ ചെയ്യുന്നത്. ഈ കേരളത്തിൽ മാത്രം, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയില് ഇത് ആരും ചോദിക്കാനും പറയാനില്ലാത്ത രീതി നിരപരാധികളായ സ്ത്രീകൾ, ആ പാവങ്ങൾ ബസ് കാത്തു നിന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിന്ന് അവരുടെ നെഞ്ചത്തേക്ക് ബസ് ഇടിച്ചു കയറ്റിക്കൊണ്ട് കൂളായിട്ട് ആ ഡ്രൈവർ ഇറങ്ങി ഓടുന്ന ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഒരു സംഭവമാണ് ഞാൻ അവിടെ കണ്ടത്. കാര്യം ആ ബസ്സിന് കാര്യമായ കാലപ്പഴക്കമില്ല, റോഡ് നല്ല വൈഡാണ്, വേറെ റോഡ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും തന്നെ അവിടെ കണ്ടില്ല. അപ്പൊ ഒരു ബസ് സ്റ്റോപ്പ് വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കരുതി കൂട്ടി ബസ് സ്റ്റോപ്പിൽ ഒതുക്കി നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഡ്രൈവർക്കുണ്ട്. മുൻകൂട്ടി അത് പ്ലാൻ ചെയ്ത് ഗിയറിലാണ് ഡൗൺ ചെയ്യേണ്ടത്, അല്ല സഡൻ ഫുഡ് ബ്രേക്കോ സർവീസ് ബ്രേക്കോ അല്ല ഉപയോഗിക്കേണ്ടത്. ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡ്രൈവർക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ട് അയാൾ അവിടെ ഓവർ സ്പീഡിൽ വന്നു സഡൻ ബ്രേക്ക് ചെയ്ത് ഈ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി പാവപ്പെട്ട സ്ത്രീകളെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ശിക്ഷയുടെ കുറവാണ്. ഇത് വാഹനം ഉപയോഗിച്ചുള്ള കൊലപാതക ശ്രമമായിട്ട് തന്നെ പോലീസ് കേസ് ചാർജ് ചെയ്യണം. പോലീസ് മൈൽഡായിട്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കും. കാരണം ഇതിന്റെ പിറകിലൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാവും. അവർ പോലീസിനെ സ്വാധീനിക്കുമ്പോൾ കേസ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത മൂലം കോടതികൾ ഇത്തരം ഡ്രൈവർമാരെ ശിക്ഷിക്കുന്നില്ല. അതൊരു വലിയ അഭാവം തന്നെയാണ്. ഈ ഡ്രൈവർ ഉത്തരവാദിത്വമില്ലാതെ ബസ് ഓടിക്കുകയും യാത്രക്കാരുടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കുകയും ചെയ്തിട്ട് കൂളായിട്ട് അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി യാത്രക്കാരെങ്കിലും പറ്റിയോ എന്ന് നോക്കുന്നതിന് പകരം ഇറങ്ങി ഓടുക ചെയ്ത് രക്ഷപ്പെടുകയാണ് സീനിൽ നിന്ന്. അതിന് പ്രത്യേകമായിട്ട് അയാൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. അത് തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ഭയാനകമായ ദൃശ്യങ്ങൾ കണ്ട് ഓടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശിക്ഷ നൽകുന്നതിൻ്റെ ഒരു കുറവ് അത് തന്നെയല്ലേ ഈ അപകടങ്ങൾക്കെല്ലാം കാരണമായി വരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ആ ബസ്സിന് വലിയ കാലപ്പഴക്കമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. അത് പുതിയ ഏതോ ഒരു ബസ് തന്നെയാണ്. അത് ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിലേക്ക് നിർത്താൻ വരുന്നതാണെങ്കിൽ പോലും ഇത്രത്തോളം വലിയ സ്പീഡിൽ വന്നിട്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, പിന്നെ അത് മാത്രമല്ല ഈ മഴക്കാലത്തുള്ള ഒരു സമയങ്ങളിലെ അതുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. ശരിയായിട്ടുള്ള പോയിന്റാണ് താങ്കൾ ഉയർത്തി കാണിച്ചത്. കാരണം ഒരു പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ടു സ്റ്റോപ്പാണ് അവരുടെ ട്രാവൽ പോകുന്നത്. ഒരു സ്റ്റോപ്പിൽ ആൾക്കാരെ ഇറക്കി, പ്രൈവറ്റ് ബസ് പലപ്പോഴും സ്റ്റോപ്പ് അല്ലാത്തടത്ത് നിർത്തിയും ആൾക്കാരെ കയറ്റാറുണ്ട്. അങ്ങനെ കേരളത്തിലെ ബസ്സുകളെല്ലാം തന്നെ വളരെ പീപ്പിൾ ഫ്രണ്ട്ലി, പാസഞ്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഡ്രൈവർ ചെയ്തത് കൊലപാതക ശ്രമം തന്നെയാണ്. അതിന് യാതൊരു സംശയം വേണ്ട. കാര്യം ഒരു ബസ് സ്റ്റോപ്പിലേക്ക് റേസിംഗ് കാർ വരുന്ന മാതിരി ഇടിച്ച് കയറി വരിക, അവിടെ കാത്തു നിന്നവരുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറ്റുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് ചെയ്യുകയോ ചെയ്യാതെ. കാര്യം ആ ഡ്രൈവറെ ആരും ഒന്നും ചെയ്യാൻ പോകില്ല, അവിടെ ഒന്നും ആരുമില്ല. ആകെ കണ്ടതൊരു ട്രാഫിക് വാർഡനാണ്. അയാളും വളരെ കൂളായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. എന്നാൽ അയാൾ ഓടി വന്നിട്ട് എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം ചെയ്യുകയോ ബസിന്റെ നമ്പർ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഇത് വെറുതെ കുറ്റി നാട്ടിയ മാതിരി ട്രാഫിക് വാർഡൻ അവിടെ ഇവിടെയൊക്കെ നിൽപ്പോണ്ട് വായി നോക്കി നിൽക്കുകയാണ്. എന്ത് സംവിധാനമാണ് നമ്മുടെ ഇവിടെ? പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് എന്താണ് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട സ്ത്രീകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആ ബസ്സിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ അവരുടെ നെഞ്ചത്തേക്ക് ബസ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPC പഴയ 307 കേസെടുക്കണം. അതായത് കൊലപാതക ശ്രമമാണ്. അയാൾ ഈ ബസ്സിനെ വാഹനത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതിനാണ് കേസെടുക്കണ്ടേ. അത് ജാമ്യമില്ലാത്ത കേസാണ്, റിമാൻഡ് ചെയ്യേണ്ട കേസാണ്. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞോ, ട്രേഡ് യൂണിയൻകാർ വിളിച്ചു പറഞ്ഞോ, അങ്ങനെ പോലീസ് സോഫ്റ്റായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ നിഷ്ഠൂരമായ റോഡ് അപകടങ്ങളും കൊലപാതക ശ്രമങ്ങളും റോഡിൽ നടക്കുന്നത്. മറ്റൊരു അപകടമുള്ളത് തൃശ്ശൂരിൽ തന്നെയാണ്. അവിടെ തടിലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്.
ഇപ്പോൾ താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും, അത് വലിയൊരു ലോറി, അതിൽ നിറയെ തടിയുമായി വരികയാണ്, അത്രത്തോളം വെയിറ്റുമായി വരുന്ന ഒരു വണ്ടിയാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ വണ്ടികൾക്കൊക്കെ ഒരു സമയമില്ലേ ഈ റോഡിലൂടെ പോകാൻ? മറ്റു വാഹനങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഇത്തരം ഹെവി ലോഡ് ഇറക്കിക്കൊണ്ടുള്ള വണ്ടികൾക്ക് പോകാനുള്ളൊരു സമയമാണോ ഇത്? അല്ല, സമയ കൃത്യത അങ്ങനെ ഒരു ടൈം നമ്മളിപ്പോ പറയുന്നില്ല. ടിപ്പർ ലോറികൾക്ക് മാത്രമാണ് സ്കൂൾ സമയത്ത് രാവിലത്തെ പീക്കിലും ഈവനിങ് പീക്കിലും ഒരു ബാൻ ഉള്ളത്. പക്ഷെ ഇത് തടി ലോറി എന്ന് പറയുന്നത് ഇത് ടാറ്റയുടെ SC ലോറിയാണ്. ഇതിന് പെർമിറ്റ് കൊടുക്കുന്ന 7.5 ടൺ ലോഡ് കയറ്റാനാണ്. പക്ഷേ ഇത്രത്തോളം ഡേഞ്ചറസ് ആയിട്ട് വളരെ പൊക്കത്തിലും വൈഡായിട്ടും കയറ്റിയേക്കുന്ന ആ ഒരു ലോഡിന് മിനിമം ഒരു 15 ടൺ വരെ വെയിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. 1. 2, ഈ വാഹനം ഓടിക്കുന്ന ലോറി ഡ്രൈവർക്ക് സൈഡ് വശം കാണാനുള്ള മിറർ ഉണ്ടെങ്കിൽ തന്നെയും ഈ പ്രൊജക്റ്റഡ് ആയിട്ട് തടി ഉന്തി സൈഡിലേക്ക് നിൽക്കുന്ന മൂലം പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. പിന്നെ കാറുകാരന്റെ ഒരു കുഴപ്പമായിട്ട് ഞാൻ കണ്ടത്, കാറ് മിഡിൽ സൈഡിൽ കൂടെ, അതായത് റോഡിന്റെ ഒത്ത നടുവിലൂടെ റോങ് സൈഡ് കയറി വന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇത് അമിത ലോഡ് കയറ്റി, അതായത് നമ്മുടെ നാട്ടില് എക്സസ് ആയിട്ടുള്ള ലോഡ് കയറ്റുന്നതിന് കർശനമായ ശിക്ഷയുണ്ട്, പിഴയുണ്ട്. അതായത് ആദ്യത്തെ 1 ടൺ, ഇപ്പൊ RC ബുക്കിൽ 7.5 ടണ്ണാണ് അതിന് പെർമിറ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 8.5 ടണ്ണാണ് കയറ്റിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ആദ്യത്തെ 1 ടണ്ണിന് പിഴയും, പിന്നത്തെ ഓരോ ടണ്ണിനും 1000 രൂപ വെച്ച് പിഴയും ഉണ്ടാകണം. അങ്ങനെയാണ് പിഴ ഈടാക്കേണ്ടത്. അത് പോലീസുകാർക്ക് നല്ലോണം അറിയാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അറിയാം. പക്ഷേ ഇവരെല്ലാം തന്നെ അല്പം കൈമടക്ക് കൊടുത്തിട്ട് നേരെ പോകുന്നത് പെരുമ്പാവൂര് ഈ തടിമില്ലുകൾക്കും പ്ലൈവുഡ് കമ്പനികൾക്കുമാണ് ഇത് പോകുന്നത്. ഇത് രാത്രികാലത്ത് ഭയങ്കര ഭീഷണിയാണ് യാത്രക്കാർക്കും കാറുകാർക്കും ബൈക്ക് ഓടിക്കുന്നവർക്കും. എന്തിനാ, കാൽനടക്കാരനെ പോലെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം നടപ്പിലാക്കുന്നതിലെ പിഴവാണ് ആ ലോറിയിൽ അത്രത്തോളം കുത്തനെ പൊക്കത്തിലുള്ള ലോഡ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ആരുമില്ല. അതെനിക്ക് തോന്നുന്നത് അനേകം പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെയാണ് ഈ ലോറി വരുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ കൈ കാണിച്ച് നിർത്തിക്കൊണ്ട് ഇതിന്റെ ലോഡൊന്ന് ചെക്ക് ചെയ്തൂടെ? ഇത് ആരാണ്, നമുക്ക് നാട്ടുകാർക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ്, ഈ 2 അപകടങ്ങളിലും ജീവൻ നഷ്ടമായില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഇനി മലപ്പുറത്ത് നടന്നൊരു അപകടത്തിൽ ഒരു കുട്ടിയാണ് മരിച്ചത്. അത് വെള്ളക്കെട്ടിൽ വീണുള്ള അപകടമാണ്. അത് മാത്രമല്ല ഈ റോഡ് പണി നടക്കുന്നൊരു സമയമാണ്. നമുക്കറിയുന്നത് പോലെ അത്തരത്തിലുള്ള ആ ഭാഗത്തെ ഒരു വെള്ളക്കെട്ടിലേക്ക് കാറ് മറിഞ്ഞ് വീണിട്ടുള്ള ഒരു അപകടമാണത്. അതായത് നമ്മുടെ റോഡ് പണി നടക്കുന്നിടത്ത് മെന്നറ്റ് വർക്ക് എന്നുള്ള സൈൻ ബോർഡ്, അത് റിട്രോ റിഫ്ലക്റ്റീവ് ഹൈ ഇന്റൻസിറ്റി ഗ്രേഡിലെ സൈൻ ബോർഡ് 90 സെന്റിമീറ്റർ ഉള്ളത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് വെക്കണം, മെന്നറ്റ് വർക്ക്. അപ്പൊ ദൂരെ കൂട്ടി വാഹനങ്ങൾ ഓടിച്ചു വരുന്നത് വേഗത കുറച്ചിട്ട്, ഇതൊരു വർക്ക് സൈറ്റ് ആണ്. ആ വർക്ക് സൈറ്റിൽ കൂടെ തന്നെയാണ് നമ്മൾ വാഹനങ്ങളും ഓടിക്കുന്നത്. പിന്നെ എവിടെയൊക്കെ കുഴി എടുത്തിട്ടുണ്ടോ, റോഡ് നിർമ്മാണത്തിന് കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബാരിക്കേഡ് ചെയ്യണം, അല്ലെങ്കിൽ റിബൺ കെട്ടി വെക്കണം, അല്ലെങ്കിൽ ബാറ്റൺ വെക്കണം. അത് ഡ്രൈവർമാർക്ക് രാത്രി കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്, അവിടെ ഒരു കുഴി ഉണ്ടെന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് അതിനൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടോ എന്ന് നോക്കാൻ NHAIയുടെ എഞ്ചിനീയർമാർ ശ്രമിക്കാറില്ല. പ്രധാനപ്പെട്ട കോൺട്രാക്ടർ അദ്ദേഹത്തിന്റെ നല്ലൊരു ലാഭവിഹിതം, ഈ ഉദാഹരണത്തിന് ഇപ്പൊ 100 കോടിയുടെ വർക്കാണെങ്കിൽ 50 കോടി അയാൾ ലാഭം എടുത്തിട്ട് മറ്റൊരു 50 കോടിക്ക് സബ് കോൺട്രാക്ടർ കൊടുക്കും. ആ സബ് കോൺട്രാക്ടർക്ക് നാട്ടുകാരുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അയാളൊരു 15 കോടിയും കൂടെ ലാഭം എടുത്തിട്ട് 35 കോടിക്കാണ് റോഡ് പണിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സത്യത്തില് 1 കിലോമീറ്റർ റോഡ് പണിയുന്നതിന് 100 കോടിക്കധികം ഇന്ന് കേരളത്തിൽ ചെലവാക്കുകയാണ്. അത് ആരുടെ പൈസയാണ്? നമ്മൾ ടോളായിട്ട് കൊടുക്കേണ്ട ഗതികേട് നമുക്ക് മോട്ടോറിസ്റ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കുഴികൾ മുൻകൂട്ടി കാണിക്കാനോ അല്ലെങ്കിൽ അത് മൂടാനോ ഉള്ള ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കുണ്ട്. അത് ചെയ്യാത്ത മൂലമാണ് ആ പിഞ്ചു കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയും മനുഷ്യ ജീവനോട് ഒരു യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അവിടെയും പോലീസിന്റെ പങ്കുണ്ട്. പോലീസിന് നിർബന്ധമായിട്ട് ഇതിന് ചോദിക്കാം, എന്താണ് ഇവിടെ സൈൻ ബോർഡ് വെക്കാത്തത്? ഇന്ന് വരെ ആരും ചോദിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക പ്ലീസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.